ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പാകിസ്ഥാൻ നടത്തിയ ഭീകരമായ ആക്രമണത്തിൻ്റെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പൂഞ്ചിലാണ്. പൂഞ്ചിലെ ഈ നിരപരാധികളായ സ്കൂൾ കുട്ടികളെ പോലും പാകിസ്ഥാൻ ഈ ഷെല്ലിങ്ങിലൂടെ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് ഇവിടുത്തെ ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എനിക്ക് പിന്നിലുള്ളത് പൂഞ്ചിലെ പ്രശസ്തമായ ക്രൈസ്റ്റ് സ്കൂളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. അവിടെ ആ കെട്ടിടത്തിന് തൊട്ടടുത്തായിരുന്നു ഈ പാകിസ്ഥാൻ്റെ ഒരു ഷെല്ല് പതിക്കുകയും അത് പിന്നീട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യാപകമായ നാശനഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഈ സ്കൂളിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ മുൻഭാഗമാണ് നമ്മളിപ്പോൾ, അതായത് പ്രവേശിക്കുന്ന ഭാഗമാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഷെല്ലുകളിലെ ഷാർപ്പനൽ തട്ടി തുളഞ്ഞു കയറി ആ കെട്ടിടത്തിൻ്റെ മുൻഭാഗം ഏറെക്കുറെ ഈ നശിച്ചു അല്ലെങ്കിൽ കേടുവന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനം, ഒരു കാറ്, ആ കാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ആർക്കാണെങ്കിലും വിഷമം തോന്നിപ്പോവും. ഇതിൻ്റെ ബോഡിയിൽ കാര്യമായ കുഴപ്പങ്ങൾ ഈ ഷെല്ലിങ്ങിലൂടെ ഉണ്ടായിട്ടുണ്ട്. അകത്ത് ഈ സീറ്റും ഒക്കെ ചിന്ന ഭിന്നമായി കിടക്കുന്ന അല്ലെങ്കിൽ താറുമാറായി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിന് അടുത്ത് തന്നെ 2 സ്കൂട്ടറുകൾ ഈ പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങിൽ തകർന്നു കിടക്കുന്നതും നമുക്ക് കാണാം. ഈ ഷെല്ലിങ് ഉണ്ടായ സമയത്ത് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് ഈ കേടുപാടുകൾ ഉണ്ടായി ഇവിടെ കാണുന്നത്. ഈ പ്രദേശത്ത് ഈ കാര്യമായ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുപോലെ വലിയ നാശനഷ്ടമൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ക്രൈസ്റ്റ് സ്കൂളിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ദിവസം പാകിസ്ഥാൻ ഈ ഷെല്ലിംഗ് ഒക്കെ നടത്തിയ ദിവസം അവധിയായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടികൾക്കൊന്നും വലിയ തോതിലുള്ള കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സമീപ പ്രദേശത്തുള്ള ഒരു 2 കുട്ടികൾ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ക്രൈസ്റ്റ് സ്കൂളിന് മുമ്പിലുള്ള സ്ഫോടനത്തിലല്ല, മറിച്ച് പിൻഭാഗത്ത് വന്നിരുന്ന മറ്റൊരു ഷെല്ല് പതിച്ചാണ് 2 കുട്ടികൾ, 11ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികൾ ഈ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നാട്ടുകാരും മറ്റും പറയുന്നത്. നമുക്ക് അവരോട് അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാം. सर इधर 2 बच्ची नहीं सर, वो रास्ते में हुआ। घर जाते समय वो बेंच के पास है ना, वो गांव है, उसके साथ हुआ। इधर तो इतना नहीं, इधर यही शेलिंग हुआ। इधर इससे ज़्यादा आगे शेलिंग हुआ। CRP कैंप है उधर, पुलिस लाइन लगे, उनकी गाड़ी है और ब्लास्ट होगी। एक जिंदा कारतूस पड़ा हुआ है, आप जाओ तो जा सकते हो। അവർ പറയുന്നത് സിവിലിയൻ മേഖലയിൽ മാത്രമല്ല സൈനിക മേഖലയിലും സമാനമായ രീതിയിൽ ഈ പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഏതായാലും നമുക്ക് അത്യന്തം ദുഃഖം നിറഞ്ഞ കാഴ്ചകളാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ കടയുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ, ആ ഷട്ടറൊക്കെ മറ്റേ എത്ര തുളയാണ് വീണത്. ഇനി അതിനെക്കൊണ്ട് യാതൊരു ഗുണവുമില്ലാത്ത രീതിയിൽ ആകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ഈ പാകിസ്ഥാൻ തുടർ ആക്രമണങ്ങൾ നടത്തുമെന്ന ആശങ്ക പൊതുവെ നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരിൽ പലരും ഇവിടെ നിന്ന് മാറിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതായത് പൂഞ്ച് നഗരം ഒരു വിജനമായ പ്രദേശമായി മാറിപ്പോകുന്ന, താൽക്കാലികമായെങ്കിലും വിജനമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ പൂഞ്ചിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.